ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നാടൻ പലഹാരമായിട്ടുള്ള ഇലയട ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എണ്ണയൊന്നും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ പലഹാരം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഒരു വലിയ തേങ്ങ മുഴുവനായിട്ടും ചിരവി എടുത്തതാണിത്. ചെറുതൊക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ വേണ്ടി വരും. പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നേന്ത്രക്കായ പഴുത്ത പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം, ഏലക്ക വേണം, ഏലക്ക അല്ലെങ്കിൽ ഏലക്കപ്പൊടി, പിന്നെ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ നമുക്ക് പൊടി ഒന്ന് വാട്ടിയെടുക്കാം. പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ വെള്ളം വെച്ചിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.25 കപ്പ് വെള്ളമാണ് ഇത് വാട്ടിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് കയ്യിലാക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊടി സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മളെ കൈ പൊള്ളാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ പൊടി ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിത് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ഈ ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം. ചൂട് തണുത്ത് പോയതിന് ശേഷം കുഴയ്ക്കുന്ന സമയത്ത് ഇത് മരവിച്ചിട്ട് ഇങ്ങനെ ഒരു വിണ്ട് കീറിയതുപോലെ ഇരിക്കുക. അപ്പോൾ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ട്, കുറച്ച് ഇടിയപ്പത്തിനേക്കാളും കുറച്ച് അയച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്നാലും നമുക്കത് വാഴയില അല്ലെങ്കിൽ വേറെ പൂത്തി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ആ ഒരു മരത്തിൻ്റെ ഇലയിലാണ് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് മുൻപായിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചേരുവകൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും പഴവും, അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഞാൻ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിക്കാത്തത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, അങ്ങനെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം പൊടിച്ചത് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പൊടിക്കാത്തത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ പഞ്ചസാരയുടെ അളവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കുക. അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനൊരു മധുരരസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ജീരകം പൊടിച്ചത് ചേർത്തതാണ്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചേർത്തിട്ടുള്ള പഞ്ചസാരക്ക് പകരം ചില സ്ഥലത്ത് ശർക്കര ചീകിയിട്ടും അതുപോലെ തന്നെ പഴത്തിന് പകരം അവിലും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി അതിനകത്തേക്ക് ഫില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു സാധാരണ നൈസ് പത്രിക്ക എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ഉരുള എടുത്തിട്ട് കൈവച്ച് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് ഇതൊന്ന് നടുമടക്കി കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരുപാട് കട്ടിയിൽ പരത്തിയെടുത്താൽ വളരെ കട്ടിയിലായിട്ടുണ്ടാവും. ഇനി ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം ഒരു 2 വലിയ സ്പൂണൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഇലയോട് കൂടി നടുമടക്കിയിട്ട് ഇതിൻ്റെ ആ വശങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ആവിക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇനി കൈ കൊണ്ട് പരത്താൻ പ്രയാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോയിൽ വെച്ചും പരത്തിയെടുക്കുക. ചെറിയൊരു ബോൾസ് പൊടി എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പരത്തിയതിന് ശേഷം നമുക്ക് കോയിൽ വെച്ച് ഇതുപോലെ അങ്ങ്
പരത്തി കൊടുക്കുക. അതിനുശേഷം നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരേ ഒരു വണ്ണത്തിൽ തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാനായിട്ട് കഴിയും. കൈകൊണ്ട് പരത്തുമ്പോൾ വിരൽ വെച്ച് പരത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായി ഒന്ന് വണ്ണം കൂടുതൽ കുറവൊക്കെ ആയിട്ടുണ്ടാവും. കുഴൽ വെച്ച് പരത്തുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അവനവന് ഏതാണോ എളുപ്പമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നേരത്തെ പോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് അങ്ങ് മടക്കി കൊടുക്കാം. ഇലയോട് കൂടി തന്നെ ഇതും മടക്കി കൊടുത്തിട്ട് ഒന്ന് വേണേലൊന്ന് സൈഡ് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ആവിയിൽ വെക്കുന്ന സമയത്ത് നല്ല പെട്ടെന്ന് തന്നെ വെള്ളം കയറി പോവാതെ നമുക്കിത്, അല്ലാഞ്ഞാൽ നമ്മൾ ആവിക്ക് വെക്കുന്ന സമയത്ത് ആവി കയറിയിട്ട് വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ആവി കയറിയിട്ട് വെള്ളമാവുന്ന അതുണ്ടാവില്ല. സൈഡൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം സൈഡ്. ഇപ്പോൾ ഞാനിവിടെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, മുഴുവൻ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യ റൗണ്ട് ഉണ്ടാക്കിയത് ഞാൻ സ്റ്റീമറിലേക്ക് വെച്ച് ഒന്ന് ആവി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആവി കയറണം. അപ്പോൾ ഈ ഇലയുടെ കളറ് നല്ലതുപോലെ ചേഞ്ചായിട്ട് ഒരു ബ്ലാക്ക് കളർ പോലെ ആയിട്ട് വരണം. എന്നാലേ ഇത് നല്ലതുപോലെ ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആവിക്ക് വെച്ച് എടുത്തതാണ്. നല്ല ചൂടുണ്ട്, കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിക്കാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. നമ്മുടെ നാടൻ പലഹാരങ്ങളാകുമ്പോൾ എപ്പോഴും അത് ഹെൽത്തി ആയിരിക്കും. എണ്ണയും അതുപോലെ തന്നെ അധികം ഇപ്പോൾ പഞ്ചസാര വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കളർ ചേഞ്ച് ഉണ്ടാവും ശർക്കര വെച്ച് ചെയ്യുമ്പോൾ. ഒരു വൈറ്റ് കളറിൽ നിന്നൊരു ശർക്കരയുടെ ആ കളറ് നമ്മളെ ഫില്ലിങ്ങിന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.